കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവം 2027 ജനുവരി 22 മുതൽ 27 വരെയായി നടക്കും. മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം 12-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് ക്ഷേത്ര പരിസരത്ത് വെച്ച് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കോളിക്കര ഹോണ്ട ചെമ്മനാട്. ഹോണ്ട ഓതറൈസ്ഡ് മെയിൻ ഡീലർ, ചെമ്മനാട്, കാസർഗോഡ്. കോൺടാക്ട് സെയിൽസ് 9112 444 222. സർവീസ് 9057 191191. നീണ്ട 16 സംവത്സരങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. 2027 ജനുവരി 22 മുതൽ 27 വരെയായാണ് മഹോത്സവം നടക്കുന്നത്. ഇതിന്റെ നടത്തിപ്പിനായുള്ള വിപുലമായ സംഘാടക സമിതി യോഗം ഏപ്രിൽ 12 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് ക്ഷേത്ര പരിസരത്ത് ചേരുമെന്നും കാസർഗോഡ് MP രാജമോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ക്ഷേത്രത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും ചില പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കരിപ്പോടി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. മുച്ചിലോട്ട് ഭഗവതി എന്ന് പറയുന്നത് വാണിയ സമുദായത്തിന്റെ കുലദേവതയാണ്. അത് അങ്ങനെ കാണാൻ കിട്ടുന്ന അസുലഭമായ ഒരു തെയ്യ കൊലകളിൽ ഒന്നാണ് മുച്ചിലോട്ട് ഭഗവതി തെയ്യക്കൊല. ഇതിനു മുമ്പ് 2010-ലാണ് കരിപ്പോടി മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടന്നത്. പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഉത്സവമാണ്. നാട് മൊത്തം ഉണർവിലേക്ക് എത്തുന്ന ഒരു വലിയ മഹോത്സവത്തിനാണ് ഞങ്ങൾ ആരംഭം കുറിക്കുന്നത്. അടുത്ത കാലത്ത് ക്ഷേത്രത്തിന്റെ ഒരു പുനരുദ്ധാരണം കഴിഞ്ഞു. ക്ഷേത്രം ഒന്ന് പുതുക്കി പണിതതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നവശാൽ ഒരു കളിയാട്ടം വേണം, ഭഗവതിയുടെ മംഗല്യം ഉത്സവം വേണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. സർവ്വജാതി മതസ്ഥരും ഒന്നിച്ചു ചേർന്ന ഒരു വലിയ ഉത്സവമാണ് പെരുങ്കളിയാട്ടം. അപ്പോൾ ജനുവരി മാസത്തിലാണ് ഇതിന്റെ കളിയാട്ടത്തിന്റെ തീയതി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങൾ വേണ്ടി വരുന്ന മഹോത്സവമാണ്. വലിയൊരു ബഡ്ജറ്റുള്ള ഉത്സവമാണ്. ഇതിന്റെ സമുദായങ്ങളാണ് ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ട് വരുന്നത്. തീർച്ചയായും ഈ മഹോത്സവത്തിന്റെ വിജയത്തിനായി മാധ്യമ പ്രവർത്തകരുടെ പരിപൂർണമായ പിന്തുണ വേണം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അടുത്ത വർഷം ഞങ്ങളുടെ മുച്ചിലോട്ട് മാത്രമേ കളിയാട്ടുള്ളൂ. മറ്റ് ഓരോ വർഷങ്ങളിലും ചിലപ്പോൾ എരമത്ത് കഴിഞ്ഞു. കാരണം ഓരോ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കളിയാട്ടം കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ കളിയാട്ടാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 16 വർഷമായി എല്ലാവരും കഴിഞ്ഞിട്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണോ അവിടെ വേണ്ടത് അതൊക്കെ ക്ഷേത്ര ഭരണസമിതി ഒരുക്കി തരുന്നതാണ്. അവിടെ ഒരു പവലിയൻ മാധ്യമത്തിന് വേണ്ടി തയ്യാറാക്കും. ഞങ്ങൾ ആദ്യത്തെ ഒരു അറിയിപ്പ് എന്ന നിലയിലാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അമ്പു ഞെക്ലി, ജനറൽ സെക്രട്ടറി VV കൃഷ്ണൻ മാസ്റ്റർ, ട്രഷറർ തമ്പാൻ ചേടിക്കുന്ന്, ജഗൻ, രവി കളനാട്, വേണുഗോപാലൻ V എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.